ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പോൾ ഹീറോയിൻ അമ്മ പറയാൻ തുടങ്ങി ഇന്ന് കോളേജിൽ പോകണ്ട ഇന്ന് ലീവ്. അമ്മ ലീവ് എന്തിനാ? ലീവ് അടി പോടി റെഡിയാവും. അമ്മ ഇതെന്ത് ഡ്രസ് അടി പവി ഇപ്പളാ നോക്കപ്പോൾ റെഡിയാവും. അങ്ങനെ ഹീറോയിൻ മമ്മി നീ എന്താ മമ്മി ഇത്ര എനിക്ക് മൈലേഞ്ച് വെക്കാൻ പറഞ്ഞത് റോസിൻ്റോട് നല്ല ഡിസൈനായിട്ട് വെക്കാൻ പറഞ്ഞാൽ അത് സോറി അതൊന്നുമില്ല അതിപ്പോൾ റെഡിയാവും. അങ്ങനെ റൈറ്റായി എല്ലാവരും ഉറങ്ങി രാവിലായി ഹീറോയിനെ നല്ല റെഡിയാക്കാൻ തുടങ്ങി. അമ്മ എന്തിനമ്മ ഇങ്ങനെ റെഡി ഉണ്ടാക്കുക അതൊന്നും പറയല്ല. അങ്ങനെ എല്ലാവരും വന്ന് ഫാമിലി എല്ലാം വന്ന് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. നിനക്കിന്ന് കല്യാണം ഹീറോയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മതി. കല്യാണമാണോ? അങ്ങനെ ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും നടക്കുന്ന ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് ആണ്. എന്ത് ഇപ്പം ചെയ്യുക? അണ്ണാണ് നല്ല നല്ല സ്റ്റൈലായിട്ട് റെഡിയാണ്. അണ്ണാണ് നിനക്കെന്താ? ഹാ എനിക്കെന്തില്ല, നീ റെഡിയായോ? റെഡിയായി പറഞ്ഞു. അണ്ണാൻ റെഡിയായിരുന്നു. ഹീറോയി അണ്ണാൻ കോള കണ്ട ഷാക്ക് എന്തിനാ നിനക്കും റെഡിയായോ? ആ അങ്ങനെ ഹീറോയ്ക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഹീറോയിൻ റെഡിയായിട്ട് പോയി നോക്കുമ്പോൾ ജങ്കുക്കും റെഡിയായി അവിടെ വീഴുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ജങ്കുക്കും മാരേജാണ്. ഹീറോയ്ക്ക് ടെൻഷനായി. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അമ്മ ജങ്കുക്കും മാരേജാ? അപ്പോൾ എൻ്റെ കല്യാണം ചുരുക്കലോടെ ജങ്കുക്ക് പെണ്ണായി വരുമോ വൈഫ് വരുമോ എന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. രണ്ട് കല്യാണം ഒക്കെ തന്നെ ഹീറോയിൻ അത് ജങ്കുക്കിനടുത്ത് വന്ന് ഇരുത്തി. ഹീറോയ്ക്ക് കാണിച്ചത് ജങ്ക് സ്മൈൽ ചെയ്യാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. നൈറ്റ് എന്ത് പാർട്ടി പോയിട്ട് കുടിച്ചായിരുന്നു ഫ്രണ്ടിന് കൂടെ. എന്ത് നടന്നെന്ന് അറിയില്ല എന്ന് ഹീറോയി പറഞ്ഞു. അതെ നൈറ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് സംഭവിച്ചത് അറിയില്ലായിരുന്നു. നല്ല ഡ്രിങ്ക് ചെയ്തായിരുന്നു ഹീറോയി. ഫ്രണ്ട് കുടിയെന്ന് കുടിപ്പിച്ചായിരുന്നു. എനിക്ക് ഓർമ്മയില്ല എന്ന് ഹീറോയി പറയാൻ തുടങ്ങിയായിരുന്നു. ശരി മാരേജ് ജങ്കുക്ക് ഹീറോയ്ക്ക് മാരേജ് എന്നായിട്ട് നടന്നു. അങ്ങനെ ഹീറോയിന് അങ്ങനായിട്ട് പറഞ്ഞു ശരി ഓക്കെ. അങ്ങനെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഹീറോയി ഒന്ന് കൺഫ്യൂസ് ആയിരുന്നു. അങ്ങനെ ഹീറോയി പോയി. അതെ പാർട്ടി എന്ത് പാർട്ടിയാണ്? അണ്ണൻ കുഞ്ഞിക്ക് മാരേജ് പാർട്ടി ആയിരുന്നു ഹീറോയി ചെയ്തായിരുന്നു. പിന്നെ പാർട്ടി മാരേജും ചെയ്യിപ്പിച്ചു ഹീറോയി. അങ്ങനെ അണ്ണൻ കുഞ്ഞ് വൈഫ് ഹസ്ബൻഡായി മാറിയായിരുന്നു. മാത്രം ഹീറോയ്ക്ക് പാർട്ടിയും ഒരു പാർട്ടി ഉണ്ടായിരുന്നു. രണ്ടും ഒക്കെ അത് ചെയ്ത് ഹീറോയിൻ വീട്ടിലാണ് അണ്ണൻ കുഞ്ഞ് മാരേജ് ചെയ്ത് പിന്നെ പാർട്ടിക്ക് പോയിരുന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു എന്തിപ്പോൾ സംഭവിച്ചത്. അങ്ങനെ പാലെടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു ഇനി അമ്മ. അങ്ങനെ ഹീറോയിൻ എല്ലാം അകത്ത് വന്നു. അണ്ണൻ കുഞ്ഞ് ഹീറോയിൻ്റെ ബേബി കഥയാണ് രണ്ടുപേരും സംസാരിച്ചായിരുന്നു. അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി എന്താ സംഭവിച്ചത്. ജങ്കുക്ക് പറയാൻ തുടങ്ങി. ജങ്കുക്ക് ലോക്ക് ചെയ്യാൻ പറഞ്ഞു. ഹീറോയിനെ ലോക്ക് ചെയ്ത് ജങ്കുക്ക് ലോക്ക് ചെയ്യാൻ തുടങ്ങി. ഹീറോയിൻ നോക്കില്ലായിരുന്നു. ഇത് തിരിഞ്ഞു നോക്കും. ഇവിടെ നിന്നിരുന്നു. ജങ്കുക്കിനോട് ചോദിക്കും സാർ എന്താ സാർ ഇപ്പോൾ മാരേജ് നടന്നു സാർ? സാർക്ക് പ്രപ്പോസ് ചെയ്തായിരുന്നു സാറ് റിജക്റ്റ് ചെയ്തായിരുന്നു സാർ. റിജക്റ്റ് ചെയ്തത്? അതെ റിജക്റ്റ് ചെയ്തായിരുന്നു സാർ. എങ്ങനെ സാറേ എന്നെ മാരേജ് കഴിച്ചത്? ഞാൻ കൺഫ്യൂസായി. അപ്പം നൈറ്റ് നടന്നത് ഓർമ്മയില്ലേ? എന്ത് സാർ നടന്നത് ഓർമ്മയില്ലേ ചോദിച്ചത്? ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് നമുക്ക് നോക്കാം. സംഭവിച്ചത് എടി മച്ചേ എൻ്റെ അണ്ണനും കുഞ്ഞ് മാരേജ്. അങ്ങനെ ഹീറോയിൻ മാരേജ് പാർട്ടി എനിക്ക് കുറച്ച് പാർട്ടി ഉണ്ട് എൻ്റെ ഫ്രണ്ടിക്ക്. ഞാൻ പോയിട്ട് വരാം. ശരി ഓക്കെ പോയിട്ട് വാ. ഹീറോയിൻ്റെ ഫ്രണ്ട് ബർത്ത്ഡേ ആയിരുന്നു. റോസി ടയർഡായിരുന്നടി മച്ചേ എനിക്ക് ഡ്രിങ്ക് ഒന്നും വേണ്ട ഇത് കുടിച്ചോടി. വേണ്ട മച്ചേ. അങ്ങനെ ഹീറോയി കുടിച്ച് പാർട്ടിയായിരുന്നു ഒരു ഹോട്ടൽ പാർട്ടി. അങ്ങനെ റൂമിലുണ്ടായി. ഹീറോയിൻ്റെ ഫ്രണ്ട് കുടിച്ച് വെച്ചായിരുന്നു. ഹീറോയി തള്ളാടി വന്നിരുന്നു. ജങ്കുക്കാട് ബിസിനസ് ഒരു ബോയ് ഹീറോയിൻ കൈ പിടിച്ച് നീ വാ എന്ന് ഹീറോയിൻ പിടിച്ച് വിളിച്ചു. ജങ്കുക്ക് വന്ന് റഷേജ് അടിച്ച് നീരടാ സാർ നിങ്ങളാരാ? ഈസ് മൈ ഫിയാൻസി. എടുക്കുന്ന കൈ വെക്കുന്നത് പോടായിരുന്നു. ജങ്കുക്ക് അവനെ അടിച്ചവിടുന്ന് വായിച്ച്. ജങ്കുക്ക് ചേച്ചിക്കടുത്ത് എനിക്ക് എന്ത് പറ്റി പ്രിയ എന്ത് പറ്റി? സാർ നിങ്ങളാണോ? നിങ്ങളുടെ എത്ര ഞാൻ പ്രപ്പോസ് ചെയ്യാം നിറയെ ഗേൾസ് വന്ന് നിങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല. എനിക്ക് നിങ്ങൾ എത്ര ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയുമോ? ജങ്കൊക്കെ കൺഫ്യൂസായി. എന്ത് ജങ്കൊക്കെ റൂമിലെടുത്തണം? അതെ ജങ്കൊക്കെ ഒരു ബെഡ്റൂം സെലക്റ്റാക്കി എന്നെ എടുത്ത് ജങ്കൊക്കെ പോകാൻ നോക്കി. എവിടെ ഇരുന്നോ ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ സാർ ഐ ലവ് യു സാർ എന്ന് ജങ്കൊക്കെ പിടിച്ച് കിസ് അടിച്ച്. ജങ്കൊക്കെ ഷാക്കായി. എന്താ നീ കിസ് അടിച്ചത്? ജങ്കൊക്കെ വായി വന്നു. അന്ന് ജങ്കൊക്കെ പിടിച്ച് കിസ് അടിക്കുക. ജങ്കൊക്കെ കൺട്രോൾ പോയി. അവരുടെ കണ്ണുകൾക്ക് എല്ലാം നടന്നു. അങ്ങനെ രാവിലെ ഹീറോയ്ക്ക് ഒന്നും ഓർമ്മയില്ല. ജങ്കുക്ക് ഹീറോയി എങ്ങനെയുണ്ട് അതേമാതിരി ഒരു ഫ്രോക്ക് ഇട്ടായിരുന്നു ഹീറോയി. ഫ്രോക്കാണ് അത് ഇട്ടിട്ട് ജങ്കുക്ക് അവിടെ നിന്ന് പോയി. ജങ്കു പോയി വീണ്ടും മാറി ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ജങ്കുക്ക് പറഞ്ഞു ഇതാണ് നടന്നത്. അത് എല്ലാം നടന്നായിരുന്നു. നെക്സ്റ്റ് വീക്കിൽ ഒരു മാസം കഴിഞ്ഞാൽ പെഡ്മിറ്റായി ആയി. ഹീറോയ്ക്ക് ഷാക്കായി. എല്ലാം നടന്നു. നടന്നു. എനിക്കതിനെ പിടിക്കുമായിരുന്നു. മാത്രം കുറച്ച് ഏജ് ഗ്യാപ്പാണ്. ഹീറോയ്ക്ക് ഷാക്കായി. അത് മാത്രമല്ല എനിക്ക് ലവ് മാരേജ് അല്ല എനിക്ക് അറേഞ്ച് മാരേജ് നടന്നതാണ്.
എനിക്ക് നിന്നെ പിടിക്കും, ഓൾറെഡി പിടിക്കും. ഇത് കേട്ട് ഹീറോയ്ക്ക് ഷോക്ക്. അതെ പറഞ്ഞാൽ ഞാൻ വൺ സൈഡ് ലവ് ചെയ്ത ഗേളാണ് നീ ഹീറോയിനോട് നടന്ന കാര്യം ജങ്കുക്ക് പറയാൻ തുടങ്ങി. എനിക്കിന്ന് ഇഷ്ടമായിരുന്നു, നിനക്ക് പ്രപ്പോസ് ചെയ്യാൻ നിനക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാൻ വെച്ചു. അതാ അവിടുത്തെ എനിക്ക് കുറച്ച് ലേറ്റായി, അതുകൊണ്ട് മാരേജ് കഴിപ്പിച്ച്. അത് കേട്ട് ഹീറോയ്ക്ക് ഷാക്കായി. എന്ന് ഹീറോ പറയാൻ തുടങ്ങി. നിറയെ സീക്രട്ട് ഓർക്കെടുത്ത് ജങ്കുക്ക് ഓർപ്പനായിരുന്നു. അതിൽ ഹീറോയിന് നിറയെ സ്കൂൾ ഫോട്ടോസ് എല്ലാം നിറയെ ഉണ്ടായിരുന്നു. ജങ്കുക്ക് പറയാൻ തുടങ്ങി. അത് കേട്ട് ഹീറോയ്ക്ക് ഷാക്കായി. ശരി ഓക്കെ എന്ന് പറഞ്ഞു. നടന്നവർ പറഞ്ഞു ശരി ഓക്കെ. ഇതാണ് ഹീറോയിനോട്. ഹീറോയി ഇവർ രാത്രി നൈറ്റായി ഉറങ്ങിപ്പോയി. രാവിലെ ആയി. ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. ഇത് നിനക്ക് മാത്രമല്ല അർജുനിക്ക് അറിയും. അർജുന് വിളിപ്പിച്ച് അർജുനോട് കാത് പിടിച്ചിരിക്കാൻ തുടങ്ങി. പറടാ അർജുൻ, ഇത് നിനക്കറിയോ? എന്താ എനിക്കറിയാത്ത? പറടാ നിനക്കറിയോ? അറിയടാ അറിയും. അർജുൻ പറയാൻ തുടങ്ങി. അറിയും എന്താ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടല്ലേ എന്നെ അർജുൻ പറയാൻ തുടങ്ങി. എന്ത് എൻ്റെ ഫ്രണ്ടാ? അടിപ്പാവി, ഞങ്ങൾ രണ്ടും ഫ്രണ്ട്സാടി, എൻ്റെ ഫ്രണ്ടാണ്. എന്ത് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഞാൻ എല്ലാത്തിലും ഫൈലായി, അവനെല്ലാം പാസ്സായി, ഞാൻ രണ്ടും കൂടി ഫൈലായ. അവന് പാസ്സായി സീനിയറായി മാറി. നീ എന്തിനാ ഫൈലായ? എടി ഞാൻ ഇത് എന്ത് ഫൈലായി പറഞ്ഞാൽ കോളേജിൽ ഫൈലായതല്ല, ഒരേ ക്ലാസ് പഠിച്ച. എനിക്ക് ജോബ് കിട്ടാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയായിരുന്നു. പിന്നെ ലാസ്റ്റ് എനിക്ക് ഫൈനൽ ജോബ് കിട്ടി. രണ്ടു കുറി ഫൈലായ ജോബിക്ക് പോയാൽ അവിടുന്ന് മൊക്കയായിട്ട് പോയാൽ ഞാൻ അങ്ങനെ പറഞ്ഞു. ഓ അങ്ങനെയാണോ? എനിക്ക് അവനിക്ക് ഒരേ ഏജാണ്, മനസ്സിലായോ? ശരി ഓക്കെ എന്ന് പറഞ്ഞു. ശരി നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. എന്തോ ഒന്ന് നടന്നല്ലോ. ഒന്നുമില്ലടാ പോഴേക്ക്. ഇവിടെ എനിക്ക് മറിയാതെ തരില്ല. അതിനായിട്ട് അർജുൻ പറഞ്ഞു. അർജുൻ്റെ വൈഫ് പറയാൻ തുടങ്ങി. എപ്പോൾ നിനക്ക് മറിയാതെ തരുന്നു? ചൊടി പാവി. അങ്ങനെ ഹീറോ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ബേബി ജനിച്ചു. ബേബി നല്ല ക്യൂട്ടായിട്ടുണ്ട്. ട്വിൻസാണ്, ഗേൾ ബേബി ഒരു ബോയ് ബേബി. ഇപ്പോൾ ജങ്കുക്കൊരു ബേബി നോക്കാമായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനേ നോക്കണം വാ. അങ്ങനെ ഫുഡ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ബേബിയാണ് ക്യാരിങ് ചെയ്യുന്നത്. ഹാപ്പി എൻഡിങ്.